രാഹുൽ, കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഭർത്തൃ വീട്ടിലെ പീഡനത്തിന്റെ വാർത്ത പുറത്തു വരികയാണ്. വീണ്ടും ഒരു നവവധു തൂങ്ങി മരിക്കുന്ന സംഭവം ഉണ്ടാവുകയാണ്. മലപ്പുറത്ത് വിഷ്ണുജ എന്നാണ് കുട്ടിയുടെ പേര്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ ആളുകൾ എല്ലാവരും പ്രബുദ്ധരാണ് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനൊരു കുറവും ഇല്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ കണക്കുകൾ വരെ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. വിഷ്ണുജയാണെങ്കിലും ഇന്ദുജയാണെങ്കിലും ഷഹാനയാണെങ്കിലും ഒരുപാട് മരണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിലെല്ലാം ഞാൻ കോമൺ ആയിട്ട് കാണുന്നത് സ്ത്രീധന പീഡനം കുറച്ചു കാലങ്ങളായി വിസ്മയുടെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പ്രബലമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇതിനൊപ്പം തന്നെ ഇന്ന് കിടപിടിക്കുന്നതാണ് നിറത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, സൗന്ദര്യം എന്ന് പറയുന്ന വലിയൊരു വിഷയം. ഒപ്പം തന്നെ പഠിപ്പും വിദ്യാഭ്യാസവും, അതിനൊപ്പം തന്നെ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഷഹാനയ്ക്ക് അവള് അബ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്താണ് മലയാളികളുടെ ഈ പുതിയ മാനം എന്നുള്ളതാണ്. ഒരിക്കലും മലയാളികളെ ഇപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ സൈക്കോളജിക്കൽ ലെവൽ എവിടോട്ട് പോവാന്ന് ആർക്ക് ചോദിച്ചാലും പറയാൻ കഴിയില്ല. കാരണം ക്രിമിനൽ ആണെങ്കിൽ ക്രിമിനൽ, സ്നേഹമാണെങ്കിൽ അമിത സ്നേഹം, വാത്സല്യമാണെങ്കിൽ അമിത വാത്സല്യം, ഇതുകൊണ്ട് വിയപ്പ് മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രണയം നിരസിച്ചു കഴിഞ്ഞാൽ കൊല, വിവാഹം കഴിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊല, എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പക്ഷെ അത്രത്തോളം എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് നടന്ന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഷഹാന എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവിനൊപ്പം 20 ദിവസം താമസത്തിന് ശേഷം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കാരണം ജീവൻ ഒടുക്കിയ പെൺകുട്ടിയാണ്. ഇപ്പോൾ നിൽക്കുന്നു വിഷ്ണുജയ്ക്കും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെയും കേസുകളിലെ കോമൺ ഫാക്ടേഴ്സ് നമുക്ക് എടുക്കാം. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് വിഷ്ണുജിക്ക് സൗന്ദര്യമില്ല എന്ന് ഭർത്താവ് പറയുന്നു, ഷഹാനയ്ക്ക് നിറമില്ല എന്ന് ഭർത്താവ് പറയുന്നു. ഞാൻ ആലോചിക്കുന്നത് ഇവർ രണ്ടുപേരും എന്താണ് മുൻപ് കണ്ടിട്ടല്ലേ കല്യാണം കഴിച്ചത്? ഈ പെൺകുട്ടിയെ മുൻപ് കാണാതെയാണോ ഈ രണ്ട് ഭർത്താക്കന്മാരും കല്യാണം കഴിച്ചിരിക്കുന്നത്? അത് വലിയ ചോദ്യമാണ്. കാരണം വിവാഹം കഴിക്കുന്നത് വരെ ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഇവർക്ക് ഈ ഒരു നിറമാണെന്ന്, അല്ലെങ്കിൽ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. വിവാഹം കഴിക്കാൻ നിൽക്കുന്നത് ഇവരുടെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീ സങ്കല്പം ഇങ്ങനെയല്ല, ഇവർക്ക് കുറച്ചും കൂടി നിറമുള്ള കുട്ടിയാണ് വേണ്ടത് എങ്കിൽ എന്തിനാണ് ഇവർ ഇതിന് നിൽക്കുന്നത്? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് പഠിപ്പിലേക്ക് വരുമ്പോൾ ഷഹാനയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, തന്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വരെ നാണമായിരുന്നു എന്നാണ് ആ ഭർത്താവ് പറഞ്ഞിരുന്നു എന്ന് പറയപ്പെടുന്നത്. ഇവിടെ വരുമ്പോൾ ഈ കുട്ടിക്ക് ജോലിയില്ല, ഈ കുട്ടി കൃത്യമായി ജോലിക്ക് വേണ്ടി പഠിക്കുന്നുണ്ട് എന്ന് കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ബാങ്കിൽ കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുട്ടി. ആ ഒരു സമയത്ത് തന്നെയാണ് കുട്ടിയുടെ ആത്മഹത്യ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇന്ന് ഇതുകൂട്ടുള്ള സംഭവങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ കുറ്റം പറയാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടിയുടെ രക്ഷകർത്താക്കളെ കുറ്റം പറയാൻ കഴിയുമോ? ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് ഇന്ന് നേരത്തെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന പല വീടുകളുമുണ്ട്. ഇവരാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, കുട്ടികൾക്ക് ആദ്യം വിവാഹത്തെക്കാൾ ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്, അല്ലെങ്കിൽ സ്വന്തമായൊരു ജോലിയാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെ, എങ്കിൽ മാത്രമേ മറ്റൊരു ഈ ഒരു വിഷയത്തിൽ തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ജോലിയില്ല, വിദ്യാഭ്യാസം കുറവാണ്, നിനക്ക് എന്റെ ചെലവിൽ നിന്നെ ഇവിടെ നോക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാണ്? തീർച്ചയായിട്ടും പാരന്റ്സ് ആണ്. കാരണം ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ക്ലീശി ആയിട്ടൊക്കെ പറയുമ്പോൾ തോന്നുമെങ്കിലും പണ്ട് കാലം മുതലേ പറയുന്നതാണ്, കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവരുന്ന മറ്റേ കാളകളെ പശുക്കളെ പോലെയാണ് സ്ത്രീകളെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം എവിടേക്കോ എന്താ പോറ്റി വളർത്തി സെറ്റാക്കി നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പറഞ്ഞയക്കും. വിൽക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ട് വരുന്ന മൃഗങ്ങളാണ് സ്ത്രീകൾ എന്ന് പറയേണ്ടി വരും നമ്മളൊരു പോയിന്റിൽ. പക്ഷെ ഇന്ന് ഒരുപാട് പേർ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പേർ അതിൽ തന്നെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഈ വിവാഹം നടക്കുന്നത് കുടുംബങ്ങൾ വഴിയാണ്. കാരണം ഇവര് കാണത്തില്ല, തമ്മിൽ പരസ്പരം കണ്ടോ ഇവർക്കൊരു സ്നേഹമോ ഇഷ്ടമോ കാണത്തില്ല. വീട്ടുകാർ ഒരു കല്യാണം ഉറപ്പിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ പൊരുത്തക്കേടുകളും എല്ലാം ഇവർക്ക് മനസ്സിലാകുന്നത്. ഈ ജാതക പൊരുത്തം നോക്കുന്നവർ ഒരിക്കലും മനസ്സിന്റെ പൊരുത്തം നോക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം. പക്ഷെ ഇവിടെ ഈ രണ്ട് പെൺകുട്ടികൾക്കും വീണ്ടും ഒരു കോമൺ, ഈ രണ്ട് പെൺകുട്ടികളും ഭയങ്കര ബോൾഡ് ആയിരുന്ന പെൺകുട്ടികളാണ്. ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ പറയുന്നുണ്ട് ഷഹാന പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം ബോൾഡായി, കോളേജിലടക്കം നല്ല ബോൾഡായി നടന്നിരുന്ന ഒരു പെൺകുട്ടിയാണ് ഷഹാന എന്ന് പറയുന്നത്. ഈ മറ്റേ വിഷ്ണുജയുടെ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെയാണ്. കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വരെ സപ്പോർട്ട് ചെയ്തിരുന്നത് വിഷ്ണുജിയാണ്. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ വീട്ടുകാരെ ഇടപെടരുന്നു എന്ന് വിഷ്ണുജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക, അത്രത്തോളം ബോൾഡായ ഒരു കുട്ടി, എനിക്ക് സ്വന്തമായി കാര്യം ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലേക്ക് പോകണമെങ്കിൽ എത്രത്തോളം മാനസിക സംഘർഷം ആ കുട്ടി അനുഭവിച്ചിരുന്നു.
അതെ, തീർച്ചയായും അത്രയും മാനസികമായി തളർത്തപ്പെട്ടത് കൊണ്ടാണ് ഒരു മരണം എന്ന ഡിസിഷൻ നമുക്ക് എടുക്കേണ്ടി വരുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്വന്തമായി, നമുക്കറിയാം വേദന, അത്രയും വേദന അനുഭവിച്ചാണ് നമ്മൾ മരിക്കാൻ പോകുന്നതെന്ന് അറിയാം. ആ ഡിസിഷനിൽ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എത്രത്തോളം ബുദ്ധിമുട്ടിലെത്തിയിട്ടുണ്ടാകും എന്നതൊരു വലിയൊരു ചോദ്യമാണ്. ഈ 25, 19 ഒക്കെ വയസ്സുള്ള പെൺകുട്ടികളാണ്. ഒന്നാലോചിച്ചു, ഒരു 26, 27 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ആൺകുട്ടികളൊക്കെ ഒന്ന് സെറ്റിൽഡ് ആവുന്നത്. അവരുടെയൊക്കെ ഒരു കല്യാണപ്രായമായിട്ട് കാണും. പക്ഷെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് 18 കഴിഞ്ഞ് കഴിഞ്ഞാൽ പുര നിറഞ്ഞ പെൺകുട്ടികളാണ്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഒരുപാട് ഫാമിലീസ്, അതിനെ പറയാതെ പോകാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് ഫാമിലീസ് ഇന്ന് അതിനെ എതിർത്ത് കൃത്യമായി മക്കൾ സ്റ്റെബിൾ ആയതിനു ശേഷം കല്യാണം കഴിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് കൃത്യമായ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാൻ പറ്റാത്തത്? അതാണ് ഇവിടെ ചോദ്യം. ഇവിടെ എല്ലാ ആണുങ്ങളും പറയുന്നുണ്ട് പെൺകുട്ടികൾക്കെല്ലാം സർക്കാർ ജോലിയുള്ള ചെക്കന്മാരെ മതി, അങ്ങനൊരു ഡിമാൻഡ് സർക്കാർ ജോലിക്ക് പെൺകുട്ടികൾ വെക്കുന്നു. പെൺകുട്ടികളല്ല അത് വെക്കുന്നത്, പെൺകുട്ടികളുടെ വീട്ടുകാരാണ് അത് വെക്കുന്നത്. അതാണ്, അത് പെൺകുട്ടികളുടെ തെറ്റാണെന്ന് ഞാൻ പറയില്ല, അത് വീട്ടുകാരുടെ കൂടി തെറ്റാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വീട്ടുകാരെ സംബന്ധിച്ച് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഈ ലോകം മൊത്തവും അവരുടെ കൈക്കീഴിലാണെന്നുള്ള ചിന്ത വീട്ടുകാർക്കുണ്ട്. കാരണം എന്റെ മോളുടെ ജീവിതം രക്ഷപ്പെടും, സർക്കാർ ജോലി ആകുമ്പോൾ വേറെ ഒന്നും പേടിക്കണല്ലോ, ശമ്പളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന. അത് പക്ഷേ ഒരു ഫിനാൻഷ്യൽ കാര്യം മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, മെന്റലി ഒട്ടും ഓക്കെ അല്ലാതെ എന്തുകൊണ്ടാണ് ഇപ്പൊ കിരൺ എന്ന് പറയുന്ന വിസ്മയ വധക്കേസിൽ പ്രതി, കിരണിനുണ്ടായിരുന്ന സർക്കാർ ജോലിയാണ്, മികച്ച ജോലി തന്നെയാണ് സർക്കാരിന്റെ. അപ്പോ എന്നിട്ട് എന്താണ് ഉണ്ടായത്? അവർക്ക് സ്വന്തം മോളെ നഷ്ടപ്പെട്ടില്ലേ? എവിടെയാണ് ആ കുട്ടിയുടെ ഭാവി ഉണ്ടായിരുന്നത്? അവരുടെ ജീവിതം തന്നെ പോവുകയാണ്. ഇതൊന്നും നോക്കൂ, ഇത് ഒരു വിഷയമല്ല, ഒറ്റപ്പെട്ട ഒരു വിഷയം മാത്രമല്ല, കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ. ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയൊരു വിഷയമായിട്ട് സമൂഹത്തിൽ ഉണ്ടാകും. അതെ, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ് എന്നുള്ള കൃത്യമായ നിയമങ്ങൾ കേരളത്തിലുണ്ട്. കാരണം പൊന്മാൻ സിനിമ 2 ദിവസം മുമ്പ് ഇറങ്ങിയായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങൾ ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, കൊല്ലത്തെ സംബന്ധിച്ച്, കൊല്ലത്ത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് 2 പെൺകുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ 500 രൂപ കൊടുത്തില്ലെങ്കിൽ, അതായത് പിരിവുമായി ബന്ധപ്പെട്ട് 500 രൂപ, അടുത്ത വട്ടം ഞാൻ ചെല്ലുമ്പോൾ 600 രൂപയായിട്ട് കൊടുക്കണം. അതാണ് അന്തസ് എന്ന് പറഞ്ഞു നോക്കുന്നത്. സ്ത്രീധനമല്ല, എനിക്ക് കല്യാണത്തിന് വരുന്ന ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു ബിസിനസ് ആണ്. ഞാൻ പറഞ്ഞു, എന്റെ നാട് പാലക്കാട്, ഞാൻ കൊല്ലത്തെ കുറ്റം പറയുകയില്ല. പക്ഷെ എന്നെ വീട്ടിൽ കല്യാണം നോക്കുന്ന സമയത്ത് വീട്ടിലുള്ളവർ പറയും, കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും ചെക്കനെ നോക്കണ്ട, അത്ര പൈസ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്ര എന്താ പറയാ, അവര് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഈ സ്ത്രീധനം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇന്ന് നിയമവിരുദ്ധമാണെങ്കിലും സോക്കോൾഡ് സമ്മാനം എന്നതിനൊരു പേരിട്ടിട്ട് അത് ഇന്നും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. എത്രത്തോളം നിരോധിച്ചു കഴിഞ്ഞാലും ഇത് അവിടെ തന്നെ ഉണ്ട്. അതിന് വളം വെക്കുന്നത് ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും കൂടിയാണ്. ഈ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ കുറവാണ്, മകളൊന്നും കൊണ്ടുപോയില്ല എന്ന് പറയുമ്പോൾ. എന്നാൽ ഈ മകൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത്, ആ പുരുഷനൊപ്പം ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ സാധിക്കുമോ, എത്രത്തോളം ഇവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതിനെ കുറിച്ച് ഒന്നും ആരും ബോധേടല്ല. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കല്യാണം എവിടെ വെച്ച് നടത്തും, എങ്ങനെ നടത്തും, കല്യാണത്തിന് എത്ര പവൻ കൊടുക്കും, എന്ത് വണ്ടി കൊടുക്കണോ, അതൊക്കെയാണ് വീട്ടുകാരുടെ ടെൻഷൻ എന്ന് പറയുന്നത്. സ്വന്തം മോൾ വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സന്തോഷവതിയായിരിക്കുമോ? അല്ല, അവിടെ സന്തോഷം ഇല്ലെങ്കിലും പറയും അഡ്ജസ്റ്റ് ഇതൊക്കെയാണ് ജീവിതം എന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും? അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയില്ല. കാരണം നമുക്കറിയാം, 2 അപരിചിതരായിട്ടുള്ള മനുഷ്യർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവർ തമ്മിൽ ഒരുപാട് പൊരുത്തക്കേട് ഉണ്ടാകും. കാരണം ഇവർ രണ്ടുപേരും വളർന്നു വന്ന സാഹചര്യങ്ങൾ വേറെയാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലല്ല രാഹുൽ വന്നിരിക്കുന്നത്. ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ അതേ രീതിയിൽ രാഹുൽ ഫേസ് ചെയ്യണമെന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ അതിനൊരു ടൈം എന്തായാലും എടുക്കും. പക്ഷെ ആ ഒരു ടൈം ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ 2 പേരും കോർപ്പറേറ്റ് ചെയ്താലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ ഒരാള് മെജോറിറ്റി കാണിക്കുമ്പോൾ അവിടെ മറ്റൊരാള് അയാൾക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ വളരെ വലുതായിരിക്കും. പിന്നെ എന്താ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പൊ ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ 2 പേരും പറയുന്നു പെൺകുട്ടിക്ക് നിറമില്ല, സൗന്ദര്യമില്ല, അവരുടെ സങ്കല്പങ്ങൾ അങ്ങനെയല്ല. അപ്പൊ എന്തുകൊണ്ട് ഇവർ ഈ പെൺകുട്ടികളെ ചൂസ് ചെയ്തു? അവിടെ അവരെന്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്തു? നാട്ടിൽ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ കിട്ടുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. പ്രായമായി വരികയാണ്, ഇനി എനിക്ക് പെണ്ണ് കിട്ടത്തില്ല, അതുകൊണ്ട് ഈ പെണ്ണിനെ കെട്ടാം. ഇങ്ങനെ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് അവരെ ഇല്ലാതാക്കാനാണ് ഇവരൊന്നും കല്യാണം കഴിക്കണ്ട. പക്ഷെ അതിന് അപ്പുറത്തൊക്കെ വേറൊരു തലമുണ്ട്. ഇന്ന് ബമ്പിളും ടിൻഡറും എല്ലാം വാഴുന്ന കാലമാണ്. പെണ്ണ് ഇൻസ്റ്റാഗ്രാം വഴിയും ഇതുള്ള കാലം എല്ലാം കഴിഞ്ഞപ്പോ ഡേറ്റിംഗ് ആപ്പുകളുടെ കാലമാണ്. വേറൊരു കോൺട്രവേഴ്സി ഉണ്ട് രാഹുലെ. നമ്മളിപ്പോ ബമ്പിൾ, ടിൻഡർ എന്നൊക്കെ പറഞ്ഞ ഈ പുരുഷ കേസരികളെല്ലാം ഇതിലുണ്ടെങ്കിലും ഇതൊന്നും ഉപയോഗിക്കുന്ന പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ഈ പുരുഷ കേസരികൾ തയ്യാറല്ല എന്നുള്ളൊരു വലിയൊരു പോയിന്റ് ഉണ്ട്. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ലോകത്ത് വേറെ ആരോടും വർത്താനം പറയരുതെന്നോ? എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതല്ലാതെ കൃത്യമായി ലിബറലായി ചിന്തിക്കുന്ന, പ്രാക്ടിക്കലായി ജീവിക്കുന്ന ആണുങ്ങൾ അങ്ങനെയുള്ളവർ നോക്കുന്നത് കുലസ്ത്രീകളായിട്ടുള്ള കുലസ്ത്രീകൾ. അതെ, ആ ടേമിൽ തന്നെ എന്താ പറയുക, പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെയുള്ള സ്ത്രീകളെയാണ് വേണ്ടത്. അവരുടെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല്
അത്ര ട്രൂ ആയിട്ടുള്ള ട്രസ്റ്റ് ആയിട്ടുള്ള മറ്റാരോടും സംസാരിക്കാതെ ഇവരുടെയൊക്കെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മറ്റൊരാളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ജാതകം വീട്ടിൽ പോയപ്പോൾ ഞാൻ ആ സിനിമ കാണുകയുണ്ടായി. അപ്പൊ ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇതാണ്. ഒരു ആൺകുട്ടിയുടെ ഒരു സങ്കല്പങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്താ പറയാ കുലീനയായ കല്യാണം കഴിഞ്ഞാൽ ജോലിക്ക് പോകാതെ ഇരിക്കേണ്ട അങ്ങനെ ഒരു സ്ത്രീയാണ് അതിലെ നായകൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നൂലാമാലകളാണ് സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നത്. സിനിമ പറഞ്ഞ സ്പോയിലർ കളയുന്നില്ല. പക്ഷേ അതൊരു വലിയ പ്രശ്നമാണ്. ഇന്നത്തെ സമൂഹത്തിലും ആ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഈക്വാലിറ്റിയിലും പ്രാക്ടിക്കലായി ജീവിക്കുന്നതിലും ചിന്തിക്കുന്നുണ്ട് എങ്കിലും ഈ വീട്ടുകാരെ സംബന്ധിച്ച് ഈ വീട്ടുകാരാണ് ഇതിന്റെ മെയിൻ പ്രശ്നമായിട്ട് ഞങ്ങൾ കല്യാണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചെക്കനും പെണ്ണിലും ഉപരി ഈ ചെക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരുമാണ്. ഇവർ രണ്ടുപേരും ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കൊടുക്കുന്ന ഒരു പ്രഷർ കാരണമാണ് ഇന്ന് ഇത്രത്തോളം കോംപ്ലിക്കേഷൻസിലേക്ക് ഈ വിവാഹ ബന്ധങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്.